നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മാസപ്പടി വിവാദത്തിൽ തിരുവനന്തപുരത്തേക്കും പരിശോധന. SFIO നടത്തുന്ന പരിശോധന ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള KSIDC ഓഫീസിൽ വരെ എത്തിയിരിക്കുന്നു. BJP നേതാവ് ഷോൺ ജോർജ് നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ ദിവസം കൊച്ചിയിലടക്കം SFIO റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് SFIO ഇപ്പോൾ തിരുവനന്തപുരത്തെ KSIDC ഓഫീസിലും റെയ്ഡ് നടത്തുന്നത്. വിശദാംശങ്ങളുമായി KSIDC ഓഫീസിന് മുന്നിൽ നിന്നും BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ 2 ദിവസം കൊച്ചിയിൽ റെയ്ഡ് നടക്കുന്നു. ഇപ്പോൾ KSIDC ഓഫീസിലും, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ഈ റെയ്ഡ്. ഇപ്പോൾ എപ്പോഴാണ് ഈ റെയ്ഡ് KSIDC ഓഫീസിലെ പരിശോധന ആരംഭിച്ചത്? ഇപ്പോഴും ഉദ്യോഗസ്ഥർ അവരെ തുടരുകയാണോ? ടോം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം സർക്കാരിലേക്കും എത്തുന്നു എന്ന് തന്നെ പറയണം. കാരണം സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ് KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കോർപ്പറേറ്റ് ഓഫീസാണ് ഇവിടെ കേസ്റ്റൺ റോഡിൽ കവടിയാറിൽ ഉള്ള ആ ഓഫീസിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതായത് വ്യവസായ വകുപ്പിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഫീസിൽ ഇത്തരം ഒരു പരിശോധന നടക്കുമ്പോൾ അത് സർക്കാരിലേക്കും ഈ മാസപ്പടി അന്വേഷണം എത്തി നിൽക്കുന്നു എന്ന് തന്നെ വ്യക്തമായി പറയേണ്ടി വരും. മറ്റൊരു കാര്യമുള്ളത്, ഈ കേസ്റ്റൺ റോഡ് എന്ന് പറയുന്നത് KSIDC കോർപ്പറേറ്റ് ഓഫീസ് ഉള്ളത് ക്ലിഫ് ഹൗസിന് ഏതാനും മീറ്ററുകൾക്ക് അകലെ മാത്രമാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ താഴെയാണ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്. അതിന് സമീപത്തേക്കാണ് ഈ അന്വേഷണം എത്തുന്നത്. കൊച്ചിയിൽ നിന്ന് CMR ഓഫീസിൽ നിന്ന് ഈ അന്വേഷണം ഇപ്പോൾ KSIDC ആസ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് ഈ മാസപ്പടി ആരോപണം നേരിടുന്ന എക്സാലോജിക് കമ്പനിയുടെ ഉടമ. അതുകൊണ്ട് തന്നെ അവരിലേക്കും അന്വേഷണം വൈകാതെ എത്തുമെന്ന് ഉറപ്പാണ്. വളരെ വേഗത്തിലാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 2 ദിവസം CMR കൊച്ചിയിൽ പരിശോധന നടത്തുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ അന്വേഷണ സംഘ തലവൻ തന്നെ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് KSIDC ആസ്ഥാനത്തേക്ക് എത്തുന്നു. എക്സാലോജിക്കാണ് ഇനി പ്രധാനപ്പെട്ട ഒരു അന്വേഷണ കേന്ദ്രമായി മാറേണ്ടത്. ബംഗളൂരുവിലാണ് എക്സാലോജിക്കിന്റെ ഓഫീസ്. അവിടേക്കും വൈകാതെ അന്വേഷണ സംഘം എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അന്വേഷണ സംഘം അവിടെ എത്തും. സ്വാഭാവികമായും വീണ വിജയനും വൈകാതെ നോട്ടീസ് നൽകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ആ രീതിയിൽ വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ശേഷമാണ് ഈ ഒരു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഈ കരിമണൽ കമ്പനിയായ CMRLന്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു. 2 ദിവസം തുടർച്ചയായ റെയ്ഡ്. അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ KSIDCയിലെ ആസ്ഥാനത്ത് റെയ്ഡ് നടക്കുന്നു. ഇനി അടുത്തത് ഈ SFIOയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ തുടർ നീക്കം വീണ വിജയൻ തന്നെയായിരിക്കും, അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് തന്നെയായിരിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കണം അല്ലേ? തീർച്ചയായും സ്വാഭാവികമായി അങ്ങനെ തന്നെയാകും അന്വേഷണം മുന്നോട്ട് പോവുക. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണത്തിൽ വരേണ്ട പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ, അല്ലെങ്കിൽ അവരുടെ ആ സ്ഥാപന ഉടമ എന്ന നിലയിൽ വീണ വിജയൻ തന്നെയാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ വിജയൻ എന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. CPM കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പേരിൽ മുഖ്യമന്ത്രിയെ മൈനസ് ചെയ്താൽ മകൾക്ക് എന്ത് പ്രസക്തി? അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം CPMന്റെ സംസ്ഥാന സെക്രട്ടറി നമുക്ക് നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ഈ ഒരു അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കാണ്. അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞാണ് CPM നേതൃത്വം ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമായ നിലപാടെടുത്തത്. വീണ വിജയന്റെ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾക്കപ്പുറത്തേക്ക് അതിൽ യാതൊരു തട്ടിപ്പും ക്രമക്കേടും നടന്നിട്ടില്ല. വീണ വിജയനെ കേൾക്കാതെയാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ആദ്യഘട്ടത്തിൽ ഈ ഒരു ഉത്തരവ് ഇറക്കിയതെന്ന വാദമൊക്കെ CPM നേതൃത്വം ഉന്നയിക്കുന്നത്. കൃത്യമായി അന്വേഷണം എങ്ങോട്ടെന്ന് മനസ്സിലായിക്കൊണ്ടാണ് അത്തരമൊരു പ്രതിരോധ നീക്കമാണ് CPM നടത്തിയത്. സാധാരണഗതിയിൽ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ആരോപണം ഉയരുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കി അത് പ്രതിരോധിക്കാറില്ല. നമുക്കറിയാം CPMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ട കേസിൽ പോലും അത്തരമൊരു നിലപാട് CPM സ്വീകരിച്ചതല്ല. പക്ഷേ വീണ വിജയന്റെ കാര്യത്തിൽ ഈ ഒരു ഇടപെടൽ CPM നേതൃത്വം സ്വീകരിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിരോധവുമായി മുന്നിട്ടിറങ്ങിയത് കൃത്യമായ ഇതിന്റെ ലക്ഷ്യം കൂടി തിരിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തിക്കാൻ, മുഖ്യമന്ത്രിയുടെ വാസസ്ഥലത്തേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് ഈ അന്വേഷണം എത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത്
നടത്തുന്നുവെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CPM ഇത്തരമൊരു പ്രതിരോധ നീക്കം നടത്തിയത്. ഏതായാലും CPMന്റെ ആശങ്ക, ആ തിരിച്ചറിവ്, അവർ മുൻകൂട്ടി കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. KSIDC ആസ്ഥാനത്ത് നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് അധിക ദൂരം ഇനിയില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം KSIDC ഒരു വ്യവസായ വകുപ്പിനുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. സ്വാഭാവികമായും സർക്കാരിൽ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കാവുകയാണ്. സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി, ഒരു സ്ഥാപനം കൂടി ഈ മാസപ്പടി കേസിൽ അന്വേഷണ വിധേയമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്നത് മാറ്റി നിർത്തിയാൽ പോലും അത്തരത്തിൽ സർക്കാരിന്റെ ഒരു ഏജൻസിയിലേക്ക്, ഒരു കേന്ദ്ര ഏജൻസി, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് എത്തുമ്പോൾ സ്വാഭാവികമായും അതിന്റെ മാനങ്ങൾ ഏറെയാണ്. നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസ് ആരോപണം അടക്കമുള്ളവ ഇപ്പോഴും ആ സജീവത നിലനിർത്തുന്നതിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ മാസപ്പടി ആരോപണത്തിൽ സർക്കാരിന്റെ ഒരു ഓഫീസിലേക്ക്, സർക്കാർ ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു വകുപ്പിലേക്ക് അന്വേഷണം എത്തുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വൈകാതെ മുഖ്യമന്ത്രി മകൾക്ക് ഈ കേസിൽ അന്വേഷണ സംഘം നോട്ടീസ് നൽകുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. അവരുടെ കമ്പനിക്ക് നോട്ടീസ് നൽകും. എക്സാലോജിക്കിന്റെ ബംഗളൂരുവിലെ ഓഫീസിലേക്ക് വൈകാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ പോയേക്കുമെന്ന തരത്തിലുള്ള സൂചനകളും ഉണ്ട്. അന്വേഷണം കൊച്ചി വിട്ട് ഇപ്പോൾ തലസ്ഥാനത്തേക്ക്. ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി ഡൽഹിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഡൽഹിയിൽ നാളെ ഈ സമരം നടക്കുമ്പോൾ, കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടക്കുമ്പോൾ, അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഒരു കടുത്ത നടപടി SFIയുടെ ഭാഗത്തു നിന്ന്, കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കണക്കാക്കണോ? തീർച്ചയായും ഇത് തമ്മിൽ കൂട്ടി വായിക്കേണ്ടതാണ്, കൂട്ടി വായിക്കപ്പെടേണ്ടതുമാണ്. കാരണം ഇത്തരത്തിൽ CPMന്റെ ആരോപണം ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള നീക്കമെന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം ചെയ്യാൻ ഡൽഹിയിൽ പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലസ്ഥാനത്ത് ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു സർക്കാർ സ്ഥാപനത്തിൽ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇത്തരത്തിലൊരു അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകൾ ഇതിൽ ഒരു കക്ഷിയാണ്. അവരുടെ സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവിടേക്കും അന്വേഷണം പോകും. അത്തരം ടോം സൂചിപ്പിച്ച രാഷ്ട്രീയ മാനങ്ങൾ ഇതിനുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ സമരം ചെയ്യാൻ പോകുമ്പോൾ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ഓഫീസിൽ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് ഒക്കെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരുന്നു എന്നുള്ളത് തികച്ചും യാദൃച്ഛികമായി കാണാൻ കഴിയുന്ന ഒന്നല്ല. കേന്ദ്രത്തിനെതിരെ ഇവിടെ നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ ശക്തമാക്കുമ്പോൾ സ്വാഭാവികമായും അതിന് അനുസരിച്ച് അതിന് പകരം എന്ന നിലയിൽ കേന്ദ്ര ഏജൻസികളും ഇത്തരമൊരു നീക്കം നടത്തുന്നു. അത് സ്വാഭാവികമായും നേരത്തെ CPM ഒക്കെ ആരോപിച്ചതുപോലെ ഒരു കേന്ദ്രത്തിന്റെ പ്രതികാര മനോഭാവമോ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കമോ എന്നൊക്കെ ആരോപണങ്ങൾ ഒരുപക്ഷെ ശരിവച്ചേക്കാം. അപ്പോഴും ഈ കേസിൽ വളരെ ഗൗരവതരമായ ചില ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നു. ചില തെളിവുകൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടാകണം. കൊച്ചിയിലെ പരിശോധനയിൽ അത്തരം തെളിവുകളും മൊഴികളും ഒക്കെ നമുക്കറിയാം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ സ്വർണ്ണക്കടത്ത് കേസ് വന്നു. അതിന് പിന്നാലെ സഹകരണ വകുപ്പിനെ നമുക്കറിയാം, കരുവന്നൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസടക്കം നിരവധി കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമുണ്ടായി. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വേട്ടയാടലാണ്, രാഷ്ട്രീയ വേട്ടയാടൽ എന്നൊക്കെ പറഞ്ഞ് CPMന് അവിടെ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞുവെങ്കിൽ, പക്ഷേ ഇവിടെ ഈ കേസ്, അതായത് മാസപ്പടി വിവാദം, മാസപ്പടി കേസ് അത്ര രീതിയിൽ അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമോ? കാരണം കൃത്യമായ തെളിവുണ്ട്. വീണ വിജയന് 1,72,00,000 രൂപ നൽകിയതായിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് വീണ വിജയനെതിരായിട്ടുള്ള നടപടി എന്ന രീതിയിൽ മാത്രം CPMനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ? സ്വാഭാവികമായും ആ പ്രതിരോധം ആണ് CPM ഇപ്പോൾ സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്നതിൽ മുഖ്യമന്ത്രി മാറ്റി നിർത്തിയാൽ എന്തുണ്ട് എന്ന ചോദ്യമാണ് CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയെന്ന ആരോപണം വീണ വിജയൻ നേരിടുമ്പോൾ സ്വാഭാവികമായും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം കൂടി അവർക്കുണ്ട്. അത്തരത്തിൽ ചെയ്ത സേവനത്തിന് തന്നെയാണ് പ്രതിഫലം വാങ്ങിയത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ് എന്ന വാദമാണ് വീണ വിജയനും അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും CPM നേതൃത്വവും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും അതിനുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. ഇത്തരം അന്വേഷണം നടക്കുമ്പോൾ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാകും ആരെങ്കിലും അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഒരു പ്രാഥമിക അന്വേഷണം സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് ഈ അന്വേഷണം ഏറ്റെടുത്തത്. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല. ഈ
മാസപ്പടിയാണ് നൽകിയത്, അല്ലെങ്കിൽ ഇല്ലാത്ത സേവനത്തിനാണ് വീണ വിജയൻ ഈ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയത്, ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്ന ആരോപണം തെളിയിക്കാൻ സ്വാഭാവികമായും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കഴിയും, അല്ലെങ്കിൽ അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്യും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയുടെ മകൾ ഇതിലൊരു കക്ഷി ആയതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം, വിജ്ഞാപനം ഇറങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. CPM-ന് നിർണായകമായ രാഷ്ട്രീയ പോരാട്ടമാണ്. അങ്ങനെ വരുമ്പോഴാണ് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാനത്തെ, അതായത് CPM ഭരിക്കുന്ന ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക്, അതുപോലെ തന്നെ CPM ഭരിക്കുന്ന സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നിലേക്ക് കൂടി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരുന്നത്. രാഷ്ട്രീയമെന്ന് പറഞ്ഞ് തള്ളിക്കളയാമെങ്കിലും ഈ അന്വേഷണ ഏജൻസി ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിക്കുന്ന തെളിവുകൾ, അല്ലെങ്കിൽ ഇവർക്ക് പങ്കില്ല എന്ന അവരുടെ റിപ്പോർട്ട്, അതുതന്നെയാണ് ഏറ്റവും നിർണായകം. ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കാൻ ഈ അന്വേഷണം ഒന്നുകൊണ്ട് കഴിയുമെന്ന് ഉറപ്പാണ്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്ന നാളെ സമരം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കുമൊക്കെ ഒരു തലവേദനയായി ഈ വിഷയം മാറും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ ഇല്ലാത്ത ഒരു അവസരത്തിൽ ഇത്തരത്തിലൊരു കേന്ദ്ര ഏജൻസി അരുണാണ് KSDC ഓഫീസർ മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. SFIയുടെ റെയ്ഡ് അവിടെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം CMRLന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കൊച്ചിയിലേക്കാണ്. കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്തെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനെന്ന് NIA കോടതി. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി റിയാസ് അബൂബക്കർ മാത്രമാണ് കേസിലെ പ്രതി. പ്രതിക്കെതിരെ NIA ചുമത്തിയ UAPA വകുപ്പിലെ 38, 39 വകുപ്പും IPC 120B വകുപ്പും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. ശിക്ഷാവിധിയിൽ നാളെ വാദം നടക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനുമായി ചേർന്ന് റിയാസ് അബൂബക്കർ കേരളത്തിലും സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തെന്നായിരുന്നു NIAയുടെ കണ്ടെത്തൽ. പക്ഷേ ഈ കേസിൽ ഈ റിയാസ് അബൂബക്കർ മാത്രമാണ് കുറ്റക്കാരൻ, പ്രതിയെന്ന് NIA വ്യക്തമാക്കുന്നുണ്ട്. നാളെ കേസിന് ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നുണ്ട്. നാളെ തന്നെ ശിക്ഷാവിധി പ്രതീക്ഷിക്കണോ? അങ്ങനെ തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ കോടതിയിൽ നടന്നിരുന്നു. ഇതിൽ നിന്നെല്ലാം കോടതി ഇന്ന് പ്രതി കുറ്റക്കാരനാണെന്ന അവസാന ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നാളെ ആയിരിക്കും ശിക്ഷാവിധിയിന്മേലുള്ള വാദം. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും പ്രതിക്ക് നൽകുന്ന ശിക്ഷ എന്നതിലായിരിക്കും ഇനി കേരളം ഉറ്റുനോക്കുക. ഇതിൽ പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ UAPA 38, 39, IPC 120B എന്നീ 3 വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത് 3ഉം തെളിഞ്ഞു എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേസിലെ ഏക പ്രതിയാണ് റിയാസ് അബൂബക്കർ. ഈ കേസിന്റെ ഒക്കെ തുടക്കം 2016-ലായിരുന്നു. 2016-ൽ കാസർഗോഡ് നിന്നും 15 യുവാക്കളെ കാണാതെ പോയി എന്നുള്ളൊരു കേസ് പോലീസിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അത് ആ അന്വേഷണം NIA ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഇവരെ IS-ലേക്കാണ് റിക്രൂട്ട് ചെയ്തതെന്നൊരു അന്വേഷണമായിരുന്നു NIA അന്ന് കണ്ടെത്തിയത്. പിന്നീട് ആ അന്വേഷണമാണ് അബൂബക്കറിലേക്കും എത്തുന്നത്. റിയാസിലേക്ക് എത്തുന്നത് 2018-ലായിരുന്നു റിയാസിനെ NIA അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ റിയാസിന്റെ സമൂഹ മാധ്യമങ്ങളിലടക്കം IS-ന് വേണ്ടിയിട്ടുള്ള പ്രചാരണം നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബ്ദുൾ റഷീദിന്റെ ഫോൺ സന്ദേശം. അബ്ദുൾ റഷീദ് ഈ ശ്രീലങ്കൻ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പങ്കുള്ള ഒരാളാണ്. അയാളുമായി നിരന്തരം റിയാസ് അബൂബക്കർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതൊക്കെ NIA കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഇയാളുടെ വീട്ടിൽ നിന്നും സ്ഫോടനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കളൊക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നൊക്കെ പ്രാഥമികമായി തന്നെ NIA ഒരു നിഗമനത്തിൽ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ IS-ൽ ചേരാൻ പോയ അല്ലെങ്കിൽ IS-ലുള്ള പലരുമായും റിയാസ് അബൂബക്കർ സംസാരിക്കുന്നതും ഫോൺ സന്ദേശങ്ങളും ഒക്കെ കാണുകയും ചെയ്തു. ഇത് തന്നെയാണ് NIAക്ക് ഈ റിയാസിനെ മേലുള്ള സംശയം വർദ്ധിപ്പിക്കുകയും പിന്നീടുള്ള അന്വേഷണത്തിലൊക്കെ ഇയാൾ IS-ന്റെ പ്രചാരകനാണെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കൊച്ചിയിലും
അടക്കം പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ സ്ഫോടനം നടത്തുവാനും അതോടൊപ്പം തന്നെ ചാവേറാകാനും ഒക്കെ തയ്യാറായി നിന്ന ആളാണ് റിയാസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസിനെ ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. എന്തായാലും റിയാസിനോടൊപ്പം മറ്റ് 3 പേരും കൂടി ആദ്യഘട്ടത്തിൽ NIA കസ്റ്റഡിയിൽ എടുത്തിരുന്നു. കാസർഗോഡ് സ്വദേശികളായ അബൂബക്കർ സിദ്ദിഖ്, അഹമ്മദ് അറാഫത്ത്, കരുനാഗപ്പള്ളി സ്വദേശി മുഹമ്മദ് ഫൈസൽ എന്നിവരായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ പ്രതി ചേർത്തിരുന്നത്. പിന്നീട് ഇവരെ മാപ്പ് സാക്ഷികളാക്കുകയും ചെയ്തിരുന്നു. റിയാസ് തങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്, പക്ഷെ തങ്ങൾക്ക് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സന്ദേശവും ഒന്നും ലഭിച്ചിരുന്നില്ല. തങ്ങൾ റിയാസ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഘടനയിലേക്ക് വന്നത്, കൂടുതലൊന്നും അറിയില്ല എന്നൊക്കെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് ഇവരെ മാപ്പ് സാക്ഷിയാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നാളെ വിധി വരുമ്പോൾ എന്തായിരിക്കും ഈ വകുപ്പുകളെല്ലാം നോക്കുമ്പോൾ 10 വർഷത്തിൽ കുറഞ്ഞതൊന്നും തന്നെ റിയാസിന് മേൽ ചുമത്തില്ല എന്ന് തന്നെയാണ് നവമി സൂചിപ്പിച്ചതുപോലെ. എടപ്പള്ളിയിലെ ലുലു മാള്, കൊച്ചി മറൈൻ ഡ്രൈവ് അടക്കമുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ, കൊച്ചിയിലെ അടക്കം പ്രധാനപ്പെട്ട കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലായിരുന്നു ഈ റിയാസ് അബൂബക്കർ ചാവേർ ആക്രമണത്തിന് സ്ഫോടന പരമ്പരയ്ക്ക് തന്നെ ആസൂത്രണമിട്ടത്, ആ രീതിയിലുള്ള പദ്ധതികൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ കാരണം ഒരു കൂട്ടക്കുരുതിയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. എത്രത്തോളം ഗൗരവമുള്ളൊരു കേസാണെന്ന് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. UAPA വകുപ്പിലെ 38, 39 വകുപ്പുകൾ തെളിഞ്ഞിട്ടുമുണ്ട്. അത് എത്ര വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് നവമി. ഈ നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം 10 വർഷത്തിൽ കുറഞ്ഞതൊന്നും തന്നെ റിയാസിന് ലഭിക്കില്ല എന്ന് ഉറപ്പായി. പക്ഷേ ഇത് ഇത്രയും വലിയ ഗൗരവം കൂടിയ ഒരു കേസാണ്. പ്രഥമ ദൃഷ്ട്യാ തന്നെ റിയാസിനെതിരെയുള്ള എല്ലാ തെളിവുകളും NIA അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം അടക്കം ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് പ്രോസിക്യൂഷനും ഈ ഒരു കേസിൽ തള്ളുന്നില്ല. അത്തരത്തിൽ എന്തായാലും കടുത്ത ഒരു ശിക്ഷ തന്നെ ലഭിക്കും. കാരണം ഈ പുറത്തിറങ്ങിയാൽ തന്നെ വീണ്ടും രാജ്യത്തിന് തന്നെ ഒരു ഭീഷണിയാകുന്ന ഒരു വ്യക്തി കൂടിയാണ് റിയാസ്. അതുകൊണ്ട് തന്നെ ജാമ്യം പോലും കൊടുക്കാതെ തന്നെയായിരുന്നു NIA കോടതിയിൽ നിന്നും ഇതുവരെയും റിയാസിന് ജാമ്യം പോലും നൽകിയിരുന്നില്ല. കാരണം അത്രയും ഗൗരവമുള്ള ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ട് ജീവപര്യന്തം തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അഭിഭാഷകരും മാധ്യമങ്ങളോട് പങ്കുവച്ചത്. എന്തായാലും ഈ കേസിലെ വിധിയിൽ മേലുള്ള വാദം നാളെ നടക്കും. നാളെ തന്നെ വിധി പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ടോം, ശ്രീലങ്കൻ സ്ഫോടന കേസിലെ മുഖ്യ ആസൂത്രകനായിരുന്ന റഹ്ലാൻ ഹാഷിമിന്റെ ഒരു ആരാധകനായിരുന്നു. അയാളിൽ നിന്നാണ് ഈ ഒരു IS-ലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന തരത്തിലൊക്കെ റിയാസ് ഈ ഒരു IS-ന്റെ പ്രചാരണമൊക്കെ നടത്തുകയും കേരളത്തിലടക്കം സോഷ്യൽ മീഡിയയിലടക്കം താൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നതെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകുന്നത്. കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്യുന്ന കേസിലാണ് പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനെന്ന് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി വിധിച്ചിരി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയുടെ ശിക്ഷയിന്മേലുള്ള വാദം നാളെ കേൾക്കും. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.